ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ എത്തുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമാണ്. സഹോദരങ്ങളെ, നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ മാത്രം പ്രയാസങ്ങൾ മാറാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ മുൻപിലെ മാത്രം വാതിലുകൾ അടഞ്ഞുകിടക്കുന്നത്? നാം തകർന്നുപോയ വിഷയങ്ങളിൽ, ഇനി മുൻപോട്ട് ഒരു സാധ്യതയുമില്ല എന്ന് തോന്നിയ നിമിഷങ്ങളിൽ ദൈവം നിങ്ങൾക്കായി ഒരു പുതിയ വഴി ഒരുക്കുകയാണ്. ബൈബിൾ പറയുന്നു, ഇതാ ഞാൻ നിന്നുടെ മുൻപിൽ വലിയൊരു വാതിൽ തുറന്ന് ഇട്ടിരിക്കുന്നു, അത് അടയ്ക്കാൻ ആർക്കും കഴിയുകയില്ല. അതെ, മനുഷ്യരടച്ച വാതിലുകളല്ല, ദൈവം നിങ്ങൾക്കായി കരുതിയിരിക്കുന്ന ആ വലിയ വാതിലാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ തുറക്കാൻ പോകുന്നത്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി മാറും. നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെയാണോ? കടബാധ്യതകൾ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടോ? അതോ വർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കാതെ തടസ്സപ്പെട്ട് നിൽക്കുകയാണോ? എങ്കിൽ വിശ്വസിക്കുക, തടസ്സങ്ങൾ മാറ്റുന്നവൻ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത അദൃശ്യമായ ചില തടസ്സങ്ങൾ പലപ്പോഴും നമ്മുടെ വളർച്ചയെ തടയാറുണ്ട്. ശത്രുവിൻ്റെ കോട്ടകൾ തകർക്കപ്പെടുന്ന സമയം വന്നിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടെ ഈ വരികൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ വീടിനുള്ളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പുതിയ ചൈതന്യം നിറയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. അടഞ്ഞുകിടക്കുന്ന ഓരോ വാതിലുകളിലും ദൈവം സ്പർശിക്കാൻ പോകുകയാണ്. ഇന്ന് ഈ സമയം മുതൽ നിങ്ങളുടെ വഴികൾ സുഗമമാകാൻ പോകുകയാണ്. പ്രാർത്ഥന എന്നത് വെറും വാക്കുകളല്ല, അത് ദൈവത്തോടുള്ള ഹൃദയപൂർവ്വമുള്ള സംഭാഷണമാണ്. കടലിലെ തിരമാലകൾ പോലെ ആശങ്കകൾ നിങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്നുണ്ടാകാം. എന്നാൽ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സഹോദരങ്ങളെ, നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ വിജയം. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും. ഇന്ന് നിങ്ങളുടെ മുൻപിലുള്ള മലകളെപ്പോലെയുള്ള പ്രശ്നങ്ങൾ, അത് രോഗമാകട്ടെ, തളർച്ചയാകട്ടെ, കുടുംബ കലഹമാകട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടാകട്ടെ, അവയെല്ലാം ദൈവനാമത്തിൽ മാറിപ്പോകാൻ പോവുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവശബ്ദത്തിന് കാതോർക്കുക. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഏതു തന്നെയായാലും, എത്ര വലുതാണെങ്കിലും, ഈ നിമിഷം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന്, സാമ്പത്തികമായി ഉയർത്തുമെന്ന് വിശ്വസിക്കുന്ന സകലരും താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നു. നിങ്ങളുടെ വിശ്വാസത്തോടെയുള്ള ഈ ചെറിയ വരികൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇടയാകട്ടെ. അവിടുത്തെ സ്നേഹം നിങ്ങളെ പൊതിയട്ടെ. ഇപ്പോൾ നാം പ്രധാന പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഇപ്പോൾ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് വയ്ക്കുക. ദൈവമേ, എനിക്ക് അങ്ങയെ വേണം. എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ. ഈ വാക്കുകൾ നിങ്ങൾ ഹൃദയം തുറന്ന് പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയ മാറ്റം, ആ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥനയിലെ ഓരോ വരിയും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കെട്ടുകളെയും അഴിച്ചു കളയും. ജോലി ഇല്ലാത്തവർക്ക് ജോലിയുടെ വാതിൽ ദൈവം തുറന്നു തരും. രോഗികളായവർക്ക് സൗഖ്യത്തിൻ്റെ വലിയൊരു വാതിൽ ദൈവം തുറന്നു തരും. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമ്പന്നതയുടെ വലിയൊരു വാതിൽ ദൈവം തുറന്നു തരും. സമാധാനമില്ലാത്തവർക്ക് സന്തോഷത്തിൻ്റെ വാതിൽ ഇതാ തുറക്കുകയാണ്. നമുക്ക് ഒരേ വിശ്വാസത്തോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപിയായ ഞങ്ങളെ ഈ ഭൂമിയിൽ അവിടുന്ന് ശേഷിപ്പിക്കുന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മുടെ പാപങ്ങൾ കണക്കിട്ടാൽ ദൈവമേ, ഈ ഭൂമിയിൽ ഈ നിമിഷം ശേഷിക്കുവാൻ കർത്താവെ യോഗ്യതയുള്ളവരല്ല. എന്നാലും എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം അവിടുന്ന് ഞങ്ങളെ ശേഷിപ്പിക്കുന്ന കൃപയ്ക്കായി നന്ദി. ഞങ്ങളുടെ ബലം കൊണ്ട് അല്ല കർത്താവെ, ഞങ്ങളുടെ കഴിവുകൾ കൊണ്ടല്ല കർത്താവെ, ഞങ്ങളുടെ പദവി കൊണ്ടല്ല കർത്താവെ, ഞങ്ങളുടെ സമ്പന്നത കൊണ്ട് അല്ല കർത്താവെ, എൻ്റെ ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം കർത്താവെ ഞങ്ങളെ ഈ ഭൂമിയിൽ അവിടുന്ന് ശേഷിപ്പിക്കുന്ന കൃപയോർത്ത് നന്ദി പറയുന്നു.
ഈ വിശുദ്ധ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യം ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ, ഹൃദയത്തിൽ അവിടുന്ന് നിറയട്ടെ. കർത്താവെ, അങ്ങ് പ്രകാശമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുളടഞ്ഞ വഴികളിലേക്ക് പകരട്ടെ. അങ്ങയുടെ നാമം എല്ലാ നാമങ്ങൾക്കും ഉപരിയാണ്. അങ്ങയുടെ ശക്തിക്ക് അസാധ്യമായത് ഒന്നും തന്നെയില്ല. തളർന്നിരിക്കുന്നവർക്ക് ബലവും മുറിവേറ്റവർക്ക് സൗഖ്യവും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഈ പ്രാർത്ഥന ഉയരുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. അങ്ങയുടെ ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റും കാവലായി നിൽക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മുൻപിൽ അടഞ്ഞുകിടക്കുന്ന വാതിലുകളെ ഞങ്ങൾ അങ്ങേക്ക് മുൻപിലായി സമർപ്പിക്കുകയാണ്. മനുഷ്യർ ഞങ്ങളുടെ മുൻപിൽ കൊട്ടിയടച്ച വാതിലുകൾ, സാഹചര്യങ്ങൾ കാരണം തടസ്സപ്പെട്ടു പോയ വഴികൾ, ഇവയെല്ലാം അങ്ങയുടെ അധികാരനാമത്താൽ ഇപ്പോൾ തുറക്കപ്പെടട്ടെ. ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ നാഥ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു. അനുയോജ്യമായ ഉപജീവന മാർഗങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഐശ്വര്യത്തിൻ്റെ വാതിൽ തുറക്കണമേ. കടബാധ്യതകളാൽ വിയർപ്പ് മുട്ടുന്നവർക്ക് വേണ്ടി സാമ്പത്തികമായി വിടുതൽ അവിടുന്ന് നൽകണമേ. അവരുടെ ഓരോ തടസ്സവും അവിടുന്ന് അനുഗ്രഹമായി മാറട്ടെ. തടസ്സപ്പെടുത്തുന്ന ശത്രുവിൻ്റെ എല്ലാ കൗശലങ്ങളെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ നീക്കം ചെയ്യുന്നു. കർത്താവെ, രോഗത്തിൽ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യദായകമായ കരം അവരുടെ മേൽ വയ്ക്കണമേ. ശരീരത്തിലെ ഓരോ കോശങ്ങളിലും അങ്ങയുടെ ജീവൻ നിറയട്ടെ. മാറാരോഗങ്ങൾ മാറിപ്പോകട്ടെ. മാനസിക ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകട്ടെ. സമാധാനം നഷ്ടപ്പെട്ട് കഴിയുന്നവർക്ക് ദൈവത്തിൻ്റെ സ്വർഗത്തിലെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഭയവും ആശങ്കയും മാറ്റി പ്രത്യാശയുടെ പുതിയ പുലരി അവർക്ക് നൽകണമേ. കുടുംബങ്ങളിൽ ഐക്യവും സ്നേഹവും നിറയ്ക്കണമേ. അസ്വസ്ഥതകൾ മാറി സമാധാനത്തിൻ്റെ വാതിൽ ഓരോ കുടുംബത്തിലും അവിടുന്ന് തുറക്കപ്പെടണമേ. ദൈവമേ, വചനം പറയുന്നത് പോലെ അങ്ങ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങ് ഞങ്ങളെ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നുള്ള വചനം ഞങ്ങൾ ഓർമ്മിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും സങ്കടങ്ങളെ നീ അവിടുന്ന് കേട്ടുവല്ലോ. അങ്ങ് അവർക്ക് വേണ്ടി വലിയ ഉപകാരങ്ങളെ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അടുത്ത നിമിഷം മുതൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുവാൻ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. വാതിലുകൾ തുറക്കപ്പെടട്ടെ. അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടട്ടെ. അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കർത്താവെ. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ നിങ്ങളുടെ കണ്ണുനീര് ദൈവം കണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെ മറുപടി, അതിൻ്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങും. ദൈവത്തോട് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഓർക്കുക, പ്രാർത്ഥന ഒരിക്കലും വെറുതെയാകില്ല. ഇന്ന് നീ പ്രാർത്ഥിക്കുന്നത് നാളേക്ക് നിന്റെ ജീവിതത്തിലെ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമായി തീരും. നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വലിയ ശാന്തത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഭാരങ്ങൾ ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞു. നമുക്ക് വലിയ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയ വാതിലുകൾ തുറന്നു തന്നിരിക്കുന്നു. കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് കാത്തു പരിപാലിച്ച് സങ്കടങ്ങളെ മാറ്റിക്കൊണ്ട് പ്രത്യാശയുടെ ജീവിതം അവിടുന്ന് നൽകുമാറാകട്ടെ. ആമേൻ.